നിങ്ങൾ ഈച്ചകളെ നിർമ്മിക്കുന്ന ഫാക്ടറികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയും ചില ഫാക്ടറികൾ അമേരിക്കയിലുണ്ട്. ഈ ഈച്ചകളെ ഫാക്ടറികളിൽ വളർത്തി പിന്നീട് വിമാനങ്ങളിൽ കയറ്റി വലിയ കാടിന് മുകളിൽ തുറന്നുവിടുകയാണ് ഗവേഷകർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വളർത്തുന്നത് സാധാരണ ഈച്ചകളെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പകരം റേഡിയേഷൻ ഏൽപ്പിച്ച ഈച്ചകളെയാണ് ഇവിടെ വളർത്തുന്നത്. അപ്പോൾ എന്തിനാണ് അമേരിക്ക കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഈച്ചകളെ വളർത്തുന്നതെന്നും അവയുടെ ശരീരത്തിൽ എന്തിനാണ് റേഡിയേഷൻ ഏൽപ്പിച്ചുകൊണ്ട് പിന്നീട് അവയെ കാടുകളിലേക്ക് തുറന്നു വിടുന്നതെന്നുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പനാമ കനാലിൻ്റെ കിഴക്ക് ഭാഗത്തായി പക്കോറ നദിക്കടുത്തായാണ് നിലവിൽ ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഈ ഫാക്ടറി നടത്തുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ കൃഷി വകുപ്പും പനാമൻ സർക്കാരും ചേർന്നാണ്. ഇവിടെ നിർമ്മിക്കുന്നത് കുട്ടികളുണ്ടാകാത്ത, അതായത് പ്രത്യുൽപാദന ശേഷിയില്ലാത്ത അഥവാ സ്റ്റെറൈൽ ഈച്ചകളെയാണ്. ഈ ഫാക്ടറി ഇല്ലെങ്കിൽ അമേരിക്കയിൽ മാത്രം വർഷം ഏകദേശം 800 മില്യൺ മുതൽ $1 ബില്യൺ വരെ നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സംഭവം സത്യമാണ്. പുറമെ നിന്ന് നോക്കിയാൽ ഇതൊരു സാധാരണ ഫാക്ടറി പോലെയായിരിക്കും നമുക്ക് തോന്നുക. ഇതിനുള്ളിൽ വളർത്തുന്ന ഈച്ചകളാണ് ന്യൂ വേൾഡ് സ്ക്രൂവോം ഈച്ചകൾ. ഈ ഈച്ചകൾക്ക് കന്നുകാലികളെ കൊല്ലാനുള്ള കഴിവുണ്ട്. ഈ ചെറിയ പ്രാണി എങ്ങനെയാണ് കന്നുകാലികളെ കൊല്ലുക എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. പറയാം. ഇവ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ മാത്രമേ സാധാരണയായി ജീവിക്കുന്നുള്ളൂ. സത്യത്തിൽ പെണ്ണീച്ചകൾ ഒരുമിച്ച് 200 മുതൽ 400 വരെ വെളുത്ത മുട്ടകൾ വരിയായി ഇടുന്നത് മൃഗങ്ങളുടെ ഏതെങ്കിലും മുറിവുകളുടെ അരികുകളിലോ അല്ലെങ്കിൽ മൂക്ക്, കണ്ണ്, പൊക്കിൽ, വായ പോലെയുള്ള ചൂടുള്ള രക്തമുള്ള മൃഗങ്ങളുടെ ദ്വാരങ്ങളിലോ ആണ്. ഇതിൽ കന്നുകാലികൾ, ചെമ്മരിയാടുകൾ, ആടുകൾ, പന്നികൾ, കുതിരകൾ, മാനുകൾ, നായകൾ, പൂച്ചകൾ, ചിലപ്പോൾ മനുഷ്യർ പോലും ഉൾപ്പെടും. മുട്ടയിട്ട് 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ പുഴുക്കൾ വിരിഞ്ഞ് ഉടൻ തന്നെ ഇവ ജീവനുള്ള മാംസത്തിലേക്ക് തുളച്ചു കയറും. ഈ പുഴുക്കൾ മാംസം തിന്നാണ് വളരുക. ഇവ പതിയെ പതിയെ ആ മുറിവ് വലുതാക്കും. കൂടുതൽ പെണ്ണീച്ചകളെ മുട്ടയിടാൻ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഈ സമയത്ത് കൃത്യമായി ചികിത്സ നൽകിയില്ലെങ്കിൽ കടുത്ത വേദന, അണുബാധ തുടങ്ങിയവയൊക്കെ കാരണം രോഗം ബാധിച്ച മൃഗം സാധാരണയായി 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ മരിക്കുകയാണ് ചെയ്യുക. ഈ സെയിം ഈച്ചകളിലെ ആണീച്ചകളെ മാത്രമാണ് മുൻപേ സൂചിപ്പിച്ച ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്. പക്ഷേ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഈ സ്റ്റെറൈൽ ആൺ ഈച്ചകൾക്ക് ഇണചേരാൻ കഴിവുണ്ടെങ്കിലും പ്രത്യുൽപാദന ശേഷിയില്ല എന്നതാണ് സത്യം. ശേഷം ഈ ആൺ ഈച്ചകളെ വിമാനമാർഗം പനാമയ്ക്കും കൊളംബിയയ്ക്കുമിടയിലുള്ള ഡാരിയൻ ഗ്യാപ്പ് എന്ന കാടിന് മുകളിലൂടെ തുറന്നുവിടുകയും ചെയ്യും. ഈ രീതിയെ സ്റ്റെറൈൽ ഇൻസെക്റ്റ് ടെക്നിക് എന്ന് വിളിക്കുന്നു. ഒരു പെൺസ്ക്രൂവോം ഈച്ച അവയുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഇണചേരുകയുള്ളൂ. അങ്ങനെ ഇവ ഫാക്ടറിയിൽ നിർമ്മിച്ച പ്രത്യുൽപാദന ശേഷിയില്ലാത്ത സ്റ്റെറൈൽ ആണീച്ചയുമായി ഇണചേർന്നാൽ ഇവ സാധാരണ പോലെ മുട്ടയിടും. പക്ഷേ ആ മുട്ടകൾ വിരിയില്ല. പകരം അതിനുള്ളിൽ വെച്ച് ലാർവ പുറത്തു വരാതെ തന്നെ അത് ചത്തുപോവുകയാണ് ചെയ്യുക. അങ്ങനെ കാട്ടിലെ ആണീച്ചകളേക്കാൾ കൂടുതൽ കുട്ടികളുണ്ടാകാത്ത സ്റ്റെറൈൽ ആണീച്ചകൾ ഉണ്ടെങ്കിൽ ഓരോ തലമുറയിലും ഈച്ചകളുടെ എണ്ണം കുറഞ്ഞ് പൂർണ്ണമായും ഇവ ഇല്ലാതാകും എന്നതായിരുന്നു ഗവേഷകരുടെ കണക്കുകൂട്ടൽ. ഈ പരാന്നഭോജിയെ ആദ്യമായി കൃത്യമായി തിരിച്ചറിഞ്ഞത് 1933-34 കാലഘട്ടത്തിലാണ്. പിന്നീട് 1950കളുടെ തുടക്കത്തിൽ റേഡിയേഷൻ ഉപയോഗിച്ച് ഈ ഈച്ചകളിലെ ആണീച്ചകളുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കാൻ കഴിയുമെന്നും എന്നാൽ ഇണചേരാനുള്ള കഴിവ് നഷ്ടപ്പെടില്ലെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി. പിന്നീട് കൊബാൾട്ട് 60 ഗാമ റേഡിയേഷൻ ഉപയോഗിക്കുന്ന രീതി സാധാരണയായി മാറി. ആദ്യത്തെ വലിയ ഫീൽഡ് പരീക്ഷണം 1951 ഫ്ലോറിഡയുടെ തീരത്ത് നിന്ന് 67 കിലോമീറ്റർ അകലെയുള്ള ചെറിയ സാനിബൽ ദ്വീപിലാണ് ആരംഭിച്ചത്. കാട്ട് ഈച്ചകളെ ആകർഷിക്കാൻ ശാസ്ത്രജ്ഞർ അവിടെ ആടുകളെ മനഃപൂർവ്വം മുറിവേൽപ്പിച്ചു കൊണ്ടുപോയി നിർത്തുകയായിരുന്നു. സ്റ്റെറൈൽ ആണീച്ചകളെ ട്രാക്ക് ചെയ്യാൻ ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഓരോ പെണ്ണീച്ചയ്ക്കും പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ഫാക്ടറിയിൽ നിർമ്മിച്ച 10 സ്റ്റെറൈൽ ആണീച്ചകൾ എന്ന നിലയിൽ തുറന്നുവിട്ടു. സത്യത്തിൽ ആ പരീക്ഷണം വിജയിക്കുകയായിരുന്നു. 1953ഓടെ ഈ ഈച്ചകൾ ആ ദ്വീപിൽ നിന്ന് ഇല്ലാതായി മാറുകയും ചെയ്തു. 1954-55 കാലഘട്ടത്തിൽ വെനിസ്വേലയുടെ വടക്ക് 65 കിലോമീറ്റർ അകലെയുള്ള കുറക്കാവോ ദ്വീപിൽ ഇതിലും വലിയൊരു പരീക്ഷണം നടന്നു. ഫ്ലോറിഡയിലെ ഓർലാൻഡോയിൽ ഇത്തരത്തിൽ സ്റ്റെറൈൽ ആണീച്ചകളെ ഉണ്ടാക്കുകയും അവയെ ബോക്സുകളിൽ പാക്ക് ചെയ്ത് കുറക്കാവോയിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോയി
ചെറിയ വിമാനങ്ങളിൽ നിന്ന് താഴെയിടുകയുമാണ് ചെയ്തിരുന്നത്. 1954 മാർച്ചിലാണ് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. 1954 ജൂലൈ ആയപ്പോഴേക്കും പ്രത്യുൽപാദന ശേഷിയുള്ള മുട്ടകൾ അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. അങ്ങനെ 1955 തുടക്കത്തിൽ കുറക്കാവോ ദ്വീപ് സ്ക്രൂവോം ഫ്രീ ആയി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. 1957 മുതൽ 1959 വരെ അമേരിക്കയുടെ തെക്കുകിഴക്കൻ ഭാഗത്ത് മുഴുവൻ ഈ പരീക്ഷണം വിജയിച്ചിരുന്നു. ഫ്ലോറിഡ സർക്കാർ ഇതിനായി ആദ്യ വർഷം $3 മില്യൺ കൂടാതെ $1.6 മില്യൺ നൽകി. ഫ്ലോറിഡയിലെ സെബ്രിംഗിൽ ഉണ്ടായിരുന്ന ഒരു പഴയ വിമാന ഹാങ്ങറിനെ മാറ്റി സ്റ്റെറൈൽ ഈച്ചകളെ വളർത്തുന്ന ഫാക്ടറിയാക്കി മാറ്റുകയായിരുന്നു. അവിടെ ആഴ്ചയിൽ 50 മില്യൺ അഥവാ 5 കോടി സ്റ്റെറൈൽ ഈച്ചകളെ ഉണ്ടാക്കിയിരുന്നു. തണുപ്പിച്ച പ്യൂപ്പകൾ അടങ്ങിയ കാർഡ്ബോർഡ് ബോക്സുകളിൽ നിറച്ച് ഇവയെ വിമാനങ്ങളിൽ നിന്ന് താഴെയിടും. നിലത്ത് വീണ ബോക്സുകൾ പൊട്ടി ഈച്ചകൾ പുറത്തു വരികയുമാണ് ചെയ്തിരുന്നത്. അങ്ങനെ അമേരിക്കയുടെ തെക്കുകിഴക്കൻ പ്രദേശവും സ്ക്രൂവോം ഫ്രീ ആയി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. അടുത്തതായി തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെയും ടെക്സാസിനെയും സ്ക്രൂവോം ഫ്രീ ആക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഇവയിലെ മുതിർന്ന ഈച്ചകൾക്ക് 180 മുതൽ 300 കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുന്നതുകൊണ്ട് മെക്സിക്കോയിൽ നിന്ന് പുതിയ കേസുകൾ വന്നുകൊണ്ടിരുന്നു. 1959, 1960 കാലഘട്ടത്തിൽ US പ്രസിഡന്റ് ഡ്വൈറ്റ് ഐസൻഹോവറും അമേരിക്കൻ പ്രസിഡന്റ് അഡോൾഫോ ലോപ്പസ് മാറ്റിയോസും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. ഓരോ രാജ്യത്തെയും കന്നുകാലികളുടെ മൂല്യമനുസരിച്ച് ചെലവിൻ്റെ 80% അമേരിക്കയും 20% മെക്സിക്കോയും പങ്കിട്ടു. അങ്ങനെ ഗവേഷകർ സൗത്ത് വെസ്റ്റ് ആനിമൽ ഹെൽത്ത് റിസർച്ച് ഫൗണ്ടേഷൻ നിർമ്മിച്ചു. അവർ വലിയ ഫാക്ടറികൾ പണിയാൻ $3 മില്യൺ പിരിച്ചെടുത്തു. 1962 ടെക്സാസിലെ മിഷനിൽ പുതിയ ഒരു ഫാക്ടറി തുറന്നു. അവിടെ ആഴ്ചയിൽ 100 മില്യണിലധികം അതായത് 10 കോടിയിലധികം സ്റ്റെറൈൽ ഈച്ചകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 1966 അമേരിക്കയിൽ തദ്ദേശീയമായ സ്ക്രൂവോം ഇല്ലാതായി എന്ന് പ്രഖ്യാപിച്ചു. എങ്കിലും മെക്സിക്കൻ അതിർത്തിയിൽ എല്ലാ ആഴ്ചയിലും സ്റ്റെറൈൽ ഈച്ചകളെ തുറന്നുവിട്ട് ഒരു പ്രതിരോധ മതിൽ നിലനിർത്തിയിരുന്നു. 1972 വളരെ ചൂടും മഴയും കൂടിയ കാലാവസ്ഥ കാരണം 1950കൾക്ക് ശേഷമുള്ള സ്ക്രൂവോം ഈച്ചകളുടെ ഏറ്റവും വലിയ തിരിച്ചുവരവ് സംഭവിക്കുകയായിരുന്നു. ടെക്സാസിൽ മാത്രം അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 1971 ഇത് വെറും 444 മാത്രമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. കാലിഫോർണിയ, ന്യൂമെക്സിക്കോ, അരിസോണ, ഒക്ലഹോമ, അർക്കൻസാസ് എന്നിവിടങ്ങളിലും കേസുകൾ കൂടി വന്നു. ചൂടുള്ള മഴയും തണുപ്പില്ലാത്ത ശൈത്യകാലവും കാരണം മെക്സിക്കോയിൽ നിന്ന് ധാരാളം ഈച്ചകൾ രക്ഷപ്പെട്ട് വടക്കോട്ട് നീങ്ങി. സ്റ്റെറൈൽ ഈച്ചകൾക്ക് അവയെ തടയാൻ കഴിഞ്ഞില്ല. USDA കർഷകർക്ക് അടിയന്തര പരിശീലനം നൽകാൻ തുടങ്ങി. കർഷകർ ആഴ്ചയിൽ 2 തവണ മൃഗങ്ങളെ പരിശോധിക്കണം. എല്ലാ മുറിവുകൾക്കും ചികിത്സ നൽകണം. മുറിവുണ്ടാക്കുന്ന ഓപ്പറേഷനുകൾ ഒഴിവാക്കണം. മൃഗങ്ങളിൽ സുരക്ഷിതമായ കീടനാശിനി തളിക്കണം. രോഗമുള്ള മൃഗങ്ങളെ മാറ്റി നിർത്തണം തുടങ്ങിയ പ്രതിരോധ നടപടികളായിരുന്നു അത്. 1972 ഓഗസ്റ്റ് 28 US അഗ്രികൾച്ചറൽ സെക്രട്ടറി ഏൽ ബുഡ്സും മെക്സിക്കൻ സെക്രട്ടറി മാനുവൽ ബെർണാഡോ അഗ്യൂറയും പുതിയ ഒരു കരാറിൽ ഒപ്പിട്ടു. പ്രതിരോധ മേഖല തെക്കോട്ട് മെക്സിക്കോയിലെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമായ ഇസ്ത്മസ് ഓഫ് തെഹുവാൻതെപ്പയ്ക്കിലേക്ക് മാറ്റി. ഈച്ചകൾ അവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് മുൻകൂട്ടി കാണാൻ ശാസ്ത്രജ്ഞർ കാലാവസ്ഥാ സാറ്റലൈറ്റുകളായ നിംബസ് 4 പോലുള്ളവ ഉപയോഗിക്കാൻ തുടങ്ങി. 1975 ടെക്സാസിലെ മിഷൻ ഫാക്ടറി ആഴ്ചയിൽ 200 മില്യൺ അതായത് 20 കോടി സ്റ്റെറൈൽ ഈച്ചകളെ ഉണ്ടാക്കി. 1976 മെക്സിക്കോയിലെ തുക്സ്ത്ല ഗുട്ടിയേറസിൽ രണ്ടാമത്തെ ഫാക്ടറി തുറന്നു. 1984 ഇസ്ത്മസിന് വടക്ക് ഭാഗത്തുള്ള മെക്സിക്കോ സ്ക്രൂവോം ഫ്രീ ആയി പ്രഖ്യാപിക്കപ്പെട്ടു. ഉൽപാദനം തെക്കോട്ടേക്ക് മാറ്റിയതുകൊണ്ട് ടെക്സാസിലെ ഫാക്ടറി 1981 അടച്ചുപൂട്ടുകയായിരുന്നു. അങ്ങനെ ഈ പ്രൊജക്ട് ഓരോ രാജ്യങ്ങളിലേക്കും നീങ്ങി. ഇന്ന് പനാമയിലെ പക്കോറയിൽ മാത്രമാണ് ഈ ഫാക്ടറി അവശേഷിക്കുന്നത്. ഈ ഫാക്ടറി ആഴ്ചയിൽ 14 മുതൽ 20 മില്യൺ സ്റ്റെറൈൽ ആണീച്ചകളെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് വർഷം 70 മില്യൺ മുതൽ 1 ബില്യൺ ഈച്ചകളെ വരെ ഉണ്ടാക്കുന്നു എന്നർത്ഥം. പൂപ്പകളെ കൊബാൾട്ട് 60 ഉപയോഗിച്ച് റേഡിയേഷൻ നൽകി വന്ധ്യംകരിച്ച് തണുപ്പിച്ച് പാക്ക് ചെയ്ത് കോപ്പഗിൻ്റെ പ്രത്യേക വിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ GPS റൂട്ടിൽ ഡാരിയൻ കാടിന് മുകളിലൂടെ പറത്തിവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റിന് വർഷം ഏകദേശം $15 മില്യൺ ചിലവ് വരും. സ്ക്രൂവോം തിരിച്ചു വന്നാൽ അമേരിക്കയിൽ മാത്രം വർഷം 800 മില്യൺ മുതൽ $1 ബില്യൺ വരെ നഷ്ടമുണ്ടാകും. മധ്യ അമേരിക്കയ്ക്കും ഏകദേശം ഇത്രയും തന്നെ നഷ്ടമുണ്ടാകാം. 70 വർഷത്തിലധികം പഴക്കമുള്ള ഈ പ്രൊജക്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര മൃഗാരോഗ്യ പ്രൊജക്റ്റുകളിലൊന്നാണ്.
ഏതായാലും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നമ്മുടെ ഇന്ത്യയിലും വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.